ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രവാസികളോടാണ്. നമ്മൾ പ്രവാസികൾ കുറേ കാലം ഇവിടെ അധ്വാനിച്ച് അവസാനം നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ സ്വത്തുക്കളെല്ലാം നമ്മൾ സമ്പാദിച്ചു വെച്ചതെല്ലാം നമ്മൾ നാട്ടിലൊക്കെ അയച്ചു കൊടുത്ത് അവരെ നാട്ടിലെ ഭാര്യമാരും നമ്മളെ എല്ലാവരും അടിച്ചു പൊളിച്ച് അവസാനം ഒന്നുമില്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ കഥ ഞാനിവിടെ പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരാൾ നാട്ടിൽ എല്ലാം പ്രവാസിയായിരുന്ന ഒരാൾ നല്ല ധനികനായിരുന്നു. അപ്പോൾ അയാൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ആ കിടക്കയുടെ അടുത്തൊക്കെ വിദേശത്തു നിന്നുള്ള മക്കളെല്ലാം ഓടിക്കൂടി വന്ന്, അച്ഛാ ഞാനാണ് എല്ലാം നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നു, അപ്പോൾ എനിക്കാണ് സ്വത്തുക്കളെല്ലാം തരേണ്ടത്. അപ്പോൾ വലിയ മോള് പറഞ്ഞ്, ഇല്ല അച്ഛൻ എല്ലാ സഹായങ്ങളും എല്ലാ ചിലവുകളും നോക്കിയത് ഞാനാണ്, അപ്പോൾ എനിക്കാണ് സ്വത്തുക്കൾ തരേണ്ടത്. അപ്പോൾ അതിനുശേഷം എല്ലാവരും പറഞ്ഞ ശേഷം അച്ഛൻ പറഞ്ഞു, ഇല്ല മക്കളെ, ഞാൻ എൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ ചെലവഴിച്ചു. അങ്ങനെ അപ്പോൾ അവർക്കെല്ലാം നിരാശയായി. അതാണ് വേണ്ടത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നമ്മുടെ കാലത്ത് തന്നെ ചെലവഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ആര്യമാരോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ ചെലവഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. അവർ ഇങ്ങനെ ചെലവഴിച്ചാൽ അവർ മടിയന്മാരാക്കുകയാണ് ചെയ്തത്. പിന്നെ അവരുടെ കഴിവുകളും ദുർബലഹീനരും അങ്ങനെ അവരുടെ അവർ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് വളരണം. അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത ഒരു സമൂഹമായി ഒരു സൊസൈറ്റി രൂപപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു കരുതുന്നു. താങ്ക് യു.